വയനാട് മുണ്ടക്കായ് ചൂരൽമല പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കലിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയുമായി സർക്കാർ. ഭൂമി ഏറ്റെടുക്കലുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കെയാണ് നീക്കം. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ഉണ്ട്. ആന്റണി, വയനാട് മുണ്ടക്കായ് ചൂരൽമല പുനരധിവാസത്തിന്റെ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികളൊക്കെ ആരംഭിച്ചു. ആ നടപടികൾക്കിടയിലാണ് ഭൂമി ഏറ്റെടുക്കലിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയുമായി സർക്കാർ എത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഭൂമി ഏറ്റെടുക്കലുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്നുള്ളൊരു ഉത്തരവ് ഇറക്കിയത്. മാത്രമല്ല 17 കോടി രൂപ കൂടി കെട്ടിവെക്കണം എന്നുള്ളൊരു നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഭൂമി ഏറ്റെടുക്കലടക്കം സർക്കാർ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നലെ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലൊരു നീക്കം മുന്നിൽ കണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ സമീപിച്ചിരിക്കുന്നത്. ഒരു തടസ്സ ഹർജിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും തടസ്സത്തിൽ ആ ഹർജി എൽസ്റ്റൺ നൽകിയാൽ അതിനെതിരെ നേരത്തെ തന്നെ ഒരു തടസ്സ ഹർജി നൽകി അതിനെ പ്രതിരോധിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഏതായാലും ഇന്നിപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവർത്തികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ എസ്റ്റേറ്റിൻ്റെ 64 ഹെക്ടർ ഭൂമിയിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ കൂടി സംസ്ഥാന സർക്കാർ ഒരു തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. ഇന്നലെ ഈ ഭൂമി ഹൈക്കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ തന്നെ രാത്രിയോടുകൂടി തന്നെ കളക്ടറടക്കം അവിടെ എത്തിയ ഭൂമി ഏറ്റെടുത്തിരുന്നു. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയൊരു നീക്കം കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആന്റണി, ഈ പ്രാരംഭ പ്രവർത്തികൾ ആരംഭിച്ചപ്പോഴാണ് പ്രതിഷേധവുമായിട്ട് തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുന്നത്. തീർച്ചയായും രാവിലെ 10 മണിയോടുകൂടി തന്നെ പ്രാരംഭ പ്രവർത്തനങ്ങൾ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവിടെ ആ നിലം ഒരുക്കൽ അടക്കമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അവിടെ നിരവധി തേയില ചെടികളടക്കം ഉണ്ട്. അപ്പോൾ അതൊക്കെ നീക്കുന്ന പ്രവർത്തികളാണ് രാവിലെ തുടങ്ങിയത്. ആ ഘട്ടത്തിലാണ് അവിടെ തൊഴിലാളികൾ, അതായത് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കാരണം തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ തോട്ടം നഷ്ടപ്പെടുമ്പോൾ. അപ്പോൾ തങ്ങൾക്ക് അതിനാവശ്യമായ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ വേണം, ആനുകൂല്യങ്ങൾ അടക്കം ലഭിക്കണം, ഇക്കാര്യങ്ങളിൽ തീരുമാനമാകണം. ഇല്ലെങ്കിൽ ഈ പ്രവർത്തനം തടയുമെന്നുള്ളതാണ് തൊഴിലാളികളുടെ നിലപാട്. അവിടെ ആ പ്രതിഷേധം ഏതാണ്ട് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൽ തീരുമാനമായില്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഏതാണ്ട് തൊഴിലാളികൾ. 300ഓളം തൊഴിലാളികൾ അവിടെ ഉണ്ട്. ഈ തൊഴിലാളികളെല്ലാം ഇത് ബാധിക്കുമെന്നുള്ളതാണ് ഈ പ്രതിനിധികൾ പറയുന്നത്. ശരി, ആന്റണി ജിസ് ജോർജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.